എടപ്പാൾ പട്ടണത്തിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ മഹാക്ഷേത്രത്തിൽ എത്തിച്ചേരാം. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് വേദവ്യാസപുത്രനായ ശുഗമഹർഷിയാണ്. വളരെ ശാന്തമായ അന്തരീക്ഷത്താലും പ്രകൃതിയുടെ മനോഹാരിതയാലും സുന്ദരമായ ഒരു മഹാക്ഷേത്രമാണ് ശുഗപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ഒരേ ശ്രീകോവിലിൽ തന്നെ 2 ശിവപ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പ്രതിഷ്ഠാ സമയത്ത് ആകാശത്ത് മയിൽപീലി കാണുമെന്നും അതാണ് യഥാർത്ഥ മുഹൂർത്ത സമയമെന്നും ശുഗമഹർഷി അരുൾ ചെയ്തതിന് പ്രകാരം പ്രതിഷ്ഠാ മുഹൂർത്തം കാത്തുനിന്ന ആളുകൾക്ക് ആകാശത്ത് മയിൽപീലി ദൃശ്യമാവുകയും അതുതന്നെയാണ് മുഹൂർത്തമെന്ന് കരുതി വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. എന്നാൽ ശുഗമഹർഷി വന്ന സമയത്ത് ക്ഷേത്രത്തിൽ മയിൽപീലി വീണ്ടും ദൃശ്യമാവുകയും മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലെന്നും മറ്റൊരു വിഗ്രഹം കൂടി ക്ഷേത്ര ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കാമെന്നും ശുഗമഹർഷി അരുൾ ചെയ്തു. അതിൻ പ്രകാരം തെക്ക് ദർശനമായി മറ്റൊരു ശിവപ്രതിഷ്ഠ കൂടി ശ്രീകോവിലിൽ തന്നെ നടത്തുകയുണ്ടായി. മറ്റൊരു പ്രത്യേകത ശ്രീകോവിലിൻ്റെ ഉയരവും വലിപ്പവുമാണ്. വളരെയേറെ വലിപ്പമുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. വേദവ്യാസപുത്രനായ ശുഗമഹർഷി തപസ്സിരുന്ന സ്ഥലം എന്ന പ്രത്യേകത കൂടി ഈ പ്രദേശത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് വേദവ്യാസപുത്രനായ ശുഗമഹർഷി തപസ്സനുഷ്ഠിച്ചത്. ശുഗമഹർഷി തപസ്സിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ശുഗപുരം എന്ന പേര് ഈ ഗ്രാമത്തിന് വന്നു ചേർന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയും പ്രതിഷ്ഠ ഭഗവാൻ ശിവൻ തന്നെയാണ്. ക്ഷേത്രകുളത്തിൻ്റെ കരയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് കുളങ്ങരത്തേവർ എന്നാണ് പറയപ്പെടുന്നത്. കുളത്തിൻ്റെ കരയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമായതിനാലാണ് കുളങ്ങരത്തേവർ എന്ന പേര് വന്നത്. പടികളിറങ്ങി താഴേക്ക് ചെന്നാണ് ഈ ക്ഷേത്രം സ്വതന്ത്രമായി നിൽക്കുന്നത്. ഊരാളന്മാർ ആരാധിച്ചു പോന്നിരുന്ന ശിവപ്രതിഷ്ഠ പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുകയായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നാഗലിംഗ പുഷ്പത്തിൻ്റെ ഒരു മരവും ഉണ്ട്. മറ്റൊരു പ്രത്യേകത ക്ഷേത്രക്കുളത്തിലെ ജലനിരപ്പിനോട് താഴെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടിയുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ശുഗപുരം ദക്ഷിണാമൂർത്തി മഹാക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട് മറ്റൊരൈതിഹ്യം എന്തെന്ന് വെച്ചാൽ ഈ ക്ഷേത്ര നിർമ്മാണ സമയത്ത് ഭാരതപ്പുഴയെ ഇതുവഴി ഒഴുകുന്നതിനായി ശിവഭൂതഗണങ്ങൾ അർദ്ധരാത്രിയിൽ പണികൾ തുടങ്ങിയെന്നും എന്നാൽ ഭാരതപ്പുഴ ഒഴുകേണ്ടത് മറ്റൊരു മഹാക്ഷേത്രമായ തിരുനാവായയിലെ നവാമുകുന്ദ ക്ഷേത്രത്തിന് ചേർന്ന് വേണമെന്നുള്ളതിനാൽ ഭഗവാൻ മഹാവിഷ്ണു കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവുകയും നേരം വെളുക്കുകയാണ് തെറ്റിദ്ധരിച്ച് ഭൂതഗണങ്ങൾ പണികൾ ഉപേക്ഷിച്ച് കൈലാസത്തിലേക്ക് മടങ്ങുക ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കോഴിയുടെ രൂപത്തിൽ മഹാവിഷ്ണു വന്ന് ഇരുന്ന് കൂവിയത് ഈ ക്ഷേത്രത്തിൻ്റെ തറയുടെ ഭാഗത്താണെന്നും അവിടെ ഇപ്പോഴും കോഴിയുടെ കാൽപ്പാടുകൾ കാണാം. ശിവഭൂതഗണങ്ങൾ കുഴിയൊഴുകുന്നതിനായി പണി തുടങ്ങിയപ്പോൾ ഉണ്ടായ കുഴിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ വലിയൊരു കുളമായി നമ്മൾ കാണപ്പെടുന്നത്. ശുഗമഹർഷി തപസ്സിരുന്ന സ്ഥലം മതിലുകൾ കെട്ടി ക്ഷേത്ര സംരക്ഷണ സമിതി ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നുണ്ട്. നമുക്കത് കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഉയരെയാണ് ശ്രീകോവിലും പ്രതിഷ്ഠയുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിക്കല്ല് വളരെയേറെ വലിപ്പമുള്ളതാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ മഹാവിഷ്ണു കോഴിയുടെ രൂപം പൂണ്ട് വന്നിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം. ക്ഷേത്രത്തിനോട് വളരെ അടുത്തു തന്നെയാണ് ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ 2 കുളമായാണ് ഇത് കാണപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ ഒറ്റ കുളമായിരുന്നെന്നും അത് കാരണം തെക്ക് ഭാഗത്തു നിന്നും എത്തുന്നവർക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ പ്രയാസമുള്ളതിനാൽ ക്ഷേത്രക്കുളത്തിന് നടുവിലായി തന്നെ ഒരു വഴി ഉണ്ടാക്കുകയും അങ്ങനെ ഇത് ഇപ്പോൾ കാണുന്ന 2 കുളമെന്ന രീതിയിലേക്ക് ആവുകയും ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ശുഗമഹർഷി തപസ് ചെയ്ത സ്ഥലം. ഈ മതിൽക്കെട്ടിനകത്ത് ഗുഹ പോലെ കാണുന്ന സ്ഥലത്ത് ഒരു പീഠത്തിലിരുന്നാണ് ശുഗമഹർഷി തപസ് അനുഷ്ഠിച്ചിട്ടുള്ളത്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്ന രീതിയിലാണ് ശുഗമഹർഷി തപസ് ചെയ്ത പീഠം ഉള്ളത്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. തൊട്ടടുത്ത് തന്നെ വളരെ തിരക്കേറിയ ഒരു പട്ടണമുണ്ടെന്ന് തന്നെ ഇവിടെ വന്നാൽ പറയുകയില്ല. അത്രയേറെ ശാന്തമായുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ആ പീഠത്തിലാണ് ശുഗമഹർഷി തപസ്സിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. മുൻകാലങ്ങളിൽ മതിലുകൾ കെട്ടാതെ തന്നെയാണ് ഈ ഗുഹ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് മതിലുകൾ കെട്ടി സംരക്ഷിച്ചു പോരുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെയധികം വലിപ്പമുള്ള ബലിക്കല്ല്. ശ്രീകോവിൽ വളരെ ഉയരമുള്ളതിനാൽ തന്നെ പ്രതിഷ്ഠയുടെ പാദം വരുന്ന ഉയരത്തിൽ ബലിക്കല്ല് വേണമെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വലിപ്പം ഈ ബലിക്കല്ലിന് വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 കുളങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കുളത്തിനപ്പുറത്ത് വിശാലമായ പാടശേഖരമാണ്. മനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെ നിന്നും നോക്കിയാൽ കാണാൻ കഴിയുക. നമ്മളിപ്പോൾ കാണുന്ന ഈ കുളം ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിലെ വെള്ളം പായലുകൾ വന്ന് മൂടിയ പോലെ തോന്നുന്നത്. പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെന്നാൽ മനോഹരമായ കുളത്തിൻ്റെ കാഴ്ചയിലേക്കെത്താം. ശുഗമഹർഷിയും ദക്ഷിണാമൂർത്തിയും ധ്യാനരൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായി ഉത്സവമോ ആഘോഷങ്ങളോ ഉണ്ടാവാറില്ല. മണ്ഡലകാലത്തും രാമായണ മാസത്തിലും ശിവരാത്രിയും ഇവിടെ വിശേഷ ദിവസമായി കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് തുറക്കുന്ന ക്ഷേത്രം 10:30-ക്കാണ് അടയ്ക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഇത് 11-ഉം 11:30-ആയും മാറാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്കേ പടിപ്പുര ഇറങ്ങിയാൽ കാണുന്ന മനോഹരമായ കാഴ്ചയാണ്. വലിയൊരു പാടശേഖരം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ക്ഷേത്രക്കുളവും കുളിരുള്ള മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നു. മണ്ഡലകാലങ്ങളിൽ അയ്യപ്പന്മാരുടെ ഒരു ഇടത്താവളം കൂടിയാണ് ഈ ക്ഷേത്രം.
വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാനും